കണ്ണ് നിറയ്ക്കുന്ന നന്മ. അതാണ് മുസ്ലിം ലീഗിന്റെ ഗൃഹപ്രവേശത്തിൽ നമ്മൾ കണ്ടത്. കുഞ്ഞാലിക്കുട്ടി സാറിനെ പോലെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് വിതുമ്പുന്നതും കണ്ണു നിറയുന്നതും അവിടെ കാണുകയുണ്ടായി. ഒരുപക്ഷെ ഏതൊരു മലയാളിക്കും നഷ്ടം എന്താണെന്നറിയുന്ന, വീട് എന്താണെന്നറിയുന്ന, ഒരു വീടിന്റെ മഹാത്മ്യം അറിയുന്ന ഏതൊരു വ്യക്തിയും ആ ദുരന്തത്തിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ സഹായത്തോടെ നടന്നെടുക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയും ചെയ്യും. കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ആ വിതുമ്പൽ ഒരുപക്ഷെ എല്ലാ മലയാളിക്കും ഉണ്ടാകും. ഹൃദയം കൊണ്ട് നിർമ്മിച്ച, ഹൃദയം കൊണ്ട് പൂർത്തിയാക്കിയ വീടുകളാണ് എന്ന് അദ്ദേഹവും ആദരണീയനായ പാണക്കാട് തങ്ങളും ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ബൈബിളിൽ ഒരു വചനമുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഒരാളുടെ വേദനയും ഭാരവും മറ്റൊരാൾ പങ്കുവെക്കുക, അതിലൂടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹ നിയമവും പാതയും നടപ്പിലാകുക. നമ്മുടെ നാടിന് ഏറ്റവും വലിയ വേദനയും വിഷമവുമാണ് നമ്മൾ അവിടെ കണ്ടത്. കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. ഒരുപക്ഷെ അത് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു നന്മയും നമ്മുടെ കേരളത്തിന്റെ പൊതു നന്മയും മതസൗഹാർദ്ദവും ഒക്കെ അറിയാൻ കഴിയും. നമ്മൾ ആ വീടുകളെല്ലാം കണ്ടു. ഏത് വിശ്വാസികൾക്കാണോ വീട് വെച്ചു കൊടുത്തത് ആ വീട്ടിലെ ഗൃഹപ്രവേശം അതാത് വിശ്വാസങ്ങൾ പ്രകാരമാണ്. അവിടുത്തെ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക എല്ലാ സമൂഹങ്ങളിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും മുസ്ലിം ലീഗ് വീട് വെച്ചു കൊടുക്കുകയുണ്ടായി. അതിൽ ഇന്നലെ ഗണപതി ഹോമമൊക്കെ തന്നെ നടത്തി അവിടെ ഗൃഹപ്രവേശനം നടത്തിയ ചിത്രങ്ങൾ, അതായത് ഹിന്ദു വിശ്വാസികൾക്ക് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ഈ വാക്കുകളും കൂടെ ആവുമ്പോൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിനപ്പുറം ചരിത്രപരമായ നമ്മുടെ നാട്ടിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് എന്താണെന്ന് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാം. കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മള് അവരുടെ മുഖത്ത് കണ്ടതിൽ ആനന്ദാശ്രമാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. ഞാൻ അറിയുന്നില്ല അദ്ദേഹത്തിന് സംസാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മറ്റൊന്നുകൊണ്ടല്ല, അതിന്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് മുതൽ. കാരണം നമ്മളെല്ലാവരും നടന്ന ഇന്ന് തന്നെ ദുരന്ത ഭൂമിയിൽ എത്തിയത് അവിടുത്തെ എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളൊക്കെ നേരിട്ടാൻ അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. പരിക്കേറ്റവര് പ്രയാസത്തോടെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. സർവ്വതും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് അന്ന് അവിടെ ഉണ്ടായി. കുഞ്ഞാലിക്കുട്ടി സാറിന്റെ മുഖം ശ്രദ്ധിക്കേണ്ടതാണ്. 2 ദിവസത്തിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തത്. സർവവും നഷ്ടപ്പെട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടില്ല. അവർ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. അത് സർവശക്തന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹം മുഴുവനും ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളത്. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ അതാണ് കേരള തുറകളിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉപരിയായ രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചു. അത് പിന്നീട് അതിപ്പോ അതിന് യുക്തമായ സ്ഥലം കണ്ടെത്തി ഇന്ന് കാണുന്ന രീതിയിൽ ഇതിന്റെ ആദ്യഘട്ടം ഇവിടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ അതിൽ താമസക്കാരായി വന്നിട്ടുള്ള അതിന്റെ അവകാശികൾ അവരിന്ന് പാലുകാച്ചലും അതുപോലെ തന്നെ അവരുടെ ഗൃഹപ്രവേശനവും ഒക്കെ ആയി ഇന്നാണ് അവർക്ക് ഇതിലേക്ക് കയറിക്കൂടാൻ സാധിച്ചിട്ടുള്ളത്. ഈ സുന്ദര നിമിഷത്തിൽ അതിന് സാക്ഷിയാകാൻ ഞങ്ങളെയും അവരെ ക്ഷണിച്ചു. അവരുടെ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങളൊക്കെ നേരിട്ട് തന്നെ അവര് ക്ഷണിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഏതായാലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിനിടക്കും അവർ മുഖവെക്കുന്ന വേദനകളുണ്ട്, ഞങ്ങളും അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ദാഡ് സാഹിബിനെ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. ഒരുപാട് അവരുടെ സ്വന്തം അവരുടെ എല്ലാമായിരുന്ന പലരും ഇന്ന് നമ്മളോട് ഒപ്പമില്ല. അപ്പൊ ആ ഒരു നഷ്ടബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും നമുക്ക് ഇനി ചെയ്യാനുള്ളത് വലിയൊരു നന്മയാണ്. അവിടെ എന്നും മുസ്ലിം ലീഗ് ചെയ്യുന്ന, ഈ നാടിന് ചെയ്യുന്ന, നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന ആ വലിയ നന്മകൾ, ആ നന്മകൾ പലപ്പോഴും ആൾക്കാർ വേണ്ട രീതിയിൽ തിരിച്ചറിയുന്നുണ്ടോ,
അവർ അഭിനന്ദനത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള പ്രശംസയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുന്നത് ഒരു നാടിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഉയർത്താനാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആരെയും കുറ്റം പറയുന്നില്ല, അവർ ചെയ്തില്ല ഞങ്ങൾ ചെയ്തു എന്ന് ക്രെഡിറ്റ് എടുക്കുന്നില്ല, ഈ ചെയ്യാൻ കഴിയാത്തവരെ മോശമാക്കി കാണിക്കുന്നില്ല. അതൊക്കെയാണ് പാണക്കാട് തങ്ങന്മാരുടെ ആ നേതൃത്വത്തിന്റെ നന്മ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് കണ്ടു പഠിക്കാനുണ്ട്. ആ കണ്ടുപഠിക്കേണ്ട ഒരു 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 ആസ്പെക്ട് ഭയങ്കരമാണ്. ആ കണ്ടുപഠിക്കുന്ന കാര്യം പലപ്പോഴും നമ്മുടെ പല ആൾക്കാർക്കും ഇല്ല. ഇന്നലെ അങ്ങനെ ഒരു സജീവ് മാണിയമ്പാത്ത് കോട്ടൈ, ആ സജീവ് ഒരു കമന്റ് എഴുതിയിരിക്കുന്നു ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ. പാകിസ്ഥാൻ ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് ഇത് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ലീഗാണോ എന്ന് സർക്കാസത്തോട് ചോദിച്ചിരിക്കുന്നു. ഞാനപ്പോ ആ സഞ്ജീവിന് ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ വേണ്ട, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് ശക്തമായ നിലപാടെടുത്തതാണ് നമ്മുടെ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ വേണ്ട, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് ശക്തമായ നിലപാടെടുത്തതാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. നമ്മുടെ രാജ്യത്തെ സങ്കീർണമായ മതവും ജാതിയും വർഗീയതയും വംശവും അടക്കമുള്ള പ്രശ്നങ്ങളിലും ഈ രാജ്യത്തോടൊപ്പം ഒരുമിച്ച് നിന്ന് പോരാടിയ ആ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ നമ്മുടെ നാട്ടിലെ 99% മുസ്ലിം സഹോദരങ്ങളെയും പല ആൾക്കാർക്കും മനസ്സിലാക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം താഴെ വേറൊരു കമന്റ് കിട്ടി, എനിക്കും അറിയില്ലായിരുന്നു, ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങിയ കാലത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അന്നത്തെ മുസ്ലിം ലീഗുമായിട്ട് അതിശക്തമായ രീതിയിൽ ഇവർ നമ്മുടെ പാർട്ടിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തുടക്കകാലത്ത് മുസ്ലിം ലീഗിന്റെ പേരിൽ 40 ലക്ഷം രൂപ അന്നത്തെ കറാച്ചിയിലെ ബാങ്കിൽ ഉണ്ടായിരുന്നു. ആ കാശ് വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിശക്തമായ രീതിയിൽ ആ കാശ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു സ്കൈറെഡ് എന്ന് പറഞ്ഞ ഒരാളെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കമന്റാണ്. പാകിസ്ഥാൻ പിരിഞ്ഞപ്പോൾ ലീഗിന് കിട്ടേണ്ടിയ ഫണ്ട് കൊടുത്തു, 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, 17 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. അത് നിങ്ങളുടെ കൈ വെച്ചാൽ മതി, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ആ കാശ് ഞങ്ങൾക്ക് വേണ്ടെന്നും ഇവിടത്തെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, അവിടത്തെ ന്യൂനപക്ഷങ്ങളെ അതായത് അവിടത്തെ ഹിന്ദുക്കളെ നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവിടെയാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പെട്ട് തീവ്ര ഹിന്ദുത്വവാദ ചരിത്രത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ ചരിത്രമാണ്. നമ്മുടെ മുസ്ലിം ലീഗ് അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോട്, പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് നേതാക്കളോട് ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്താണ് നിൽക്കുന്നത്, നിങ്ങൾ അവിടുത്തെ ഹിന്ദുക്കളുടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്ന പാരമ്പര്യമാണ്. ആ ലീഗിനെ തങ്ങൾ കുടുംബത്തിന് എല്ലാം ആദരമർപ്പിക്കുന്നു. അവർ ചെയ്യുന്ന മഹത്തരമായ കാര്യങ്ങളാണ്. കുഞ്ഞാലിക്കുട്ടി സാറിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടിട്ട് വല്ലാതെ വിഷമം തോന്നും. നമ്മുടെ നാട്ടിന്റെ ഏറ്റവും മുതിർന്ന ഒരാളാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യത്യസ്ത ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വലിയൊരു നേതാവാണ്. അദ്ദേഹത്തെ പോലുള്ളൊരു നേതൃത്വം നമുക്ക് ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ വിഷമം തോന്നി. ആ നന്മ കേരളത്തിൽ ഉണ്ടാകട്ടെ. അത് എല്ലാ രാഷ്ട്രീയക്കാരും കണ്ടുപിടിക്കേണ്ട നന്മയാണ്. രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അപ്പുറം നമ്മൾ കണ്ടുപിടിക്കേണ്ട വലിയ നന്മയാണ്. കാര്യം ഒരു വീട് ഉണ്ടാകുക, ഞങ്ങളുടെ വീട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു വീട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു ആയുഷ്കാലത്തെ പ്രവർത്തനമാണെന്നറിയാം. അതടക്കം എല്ലാം നഷ്ടപ്പെട്ട്, സ്വന്തക്കാരെ നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ടവർക്ക് ജീവിതത്തിലേക്ക് ഒരു കൈത്താങ്ങിയായതിനാണ്. അതിന് മുസ്ലിം ലീഗിന് വലിയൊരു സല്യൂട്ട്. കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ആ കണ്ണീര് നമ്മളെ എല്ലാം വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ജയ് ഹിന്ദ്.